ഹായ് ഗൈസ്, ഇന്നൊരു സൺഡേ ആണ്. ഞാനും ഇക്കയും മക്കളും കൂടെ പരപ്പനങ്ങാടി ടു കാസർഗോഡിലേക്ക് ഒരു മംഗലം കൂടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ 3:30-ആയിരുന്നു ട്രെയിൻ ഉണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ അതിനു മുമ്പ് കുറച്ച് ചായയൊക്കെ കുടിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ ട്രെയിനിൽ കയറി. അങ്ങനെ ഞങ്ങൾ ഒരു 8:30 ആയപ്പോഴത്തേക്കും കാസർഗോഡ് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ ഫാമിലിയിലായിരുന്നു കല്യാണം ഉണ്ടായിരുന്നത്. അപ്പോൾ അവരൊക്കെ ഫാമിലീസിനൊക്കെ വെയിറ്റ് ചെയ്യുന്ന സമയം കൊണ്ട് ഞങ്ങൾ കുറച്ചൊക്കെ ഒന്ന് കറങ്ങിയിട്ട് വരാൻ തീരുമാനിച്ചു. അങ്ങനെ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്താണ് കേട്ടോ മാലിക് ദിനാർ പള്ളിയുള്ളത്. അപ്പോൾ ഇത് പള്ളിയുടെ ഫ്രണ്ട് ഭാഗമാണ് കേട്ടോ കാണുന്നത്. അവിടുന്ന് കുറച്ച് നടന്നിട്ട് വേണം പള്ളിയിലെത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പള്ളിയിലേക്ക് നടക്കുകയാണ് കേട്ടോ. ഇതൊക്കെ അവിടെയുള്ള ഖബറുകളാണ് കേട്ടോ. ഒരുപാട് ഖബറുകളുണ്ടായിരുന്നു. ഇതാണ് കേട്ടോ പള്ളി. ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ പള്ളിയാണ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. ഇത് പുരുഷന്മാർക്കുള്ള സ്ഥലം, സൈഡിലൂടെയാണ് കേട്ടോ സ്ത്രീകൾക്കുള്ള വഴി. ഇതതിൻ്റെ ഉൾഭാഗമാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. നല്ല ഭംഗിയുള്ള വർക്കുകളാണ് ഉള്ളിലൊക്കെ കൊടുത്തിരിക്കുന്നത്. ഈ പള്ളിയുടെ ബാക്ക് സൈഡിലായിട്ട് കടലും വരുന്നുണ്ട് കേട്ടോ. ഇതവിടെയുള്ള ഒരു ഗോവണിയാണ് കേട്ടോ, റൗണ്ട് ഷേപ്പിലുള്ള. ഈ പഴയ കാലത്തൊക്കെ ഉണ്ടായിരുന്നൊരു ടൈപ്പാണ് കേട്ടോ അത് കഴിഞ്ഞ് ഞങ്ങൾ ഓട്ടോയിൽ കയറി തിരിച്ച് റെയിൽവേ സ്റ്റേഷനിലേക്ക് തന്നെ വിട്ടു കേട്ടോ. പിന്നെ ഞങ്ങൾ ഓഡിറ്റോറിയത്തിലെത്തി. നല്ല ഭംഗിയുള്ളൊരു ഓഡിറ്റോറിയം ആയിരുന്നു കേട്ടോ. നല്ല നാച്ചുറൽ വൈബുള്ള, ഒരു സൈഡിൽ റിവറും അപ്പുറത്തെ സൈഡിൽ പാടമൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട്. അവിടെ ഒരുപാട് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ നല്ല ഏരിയ ആയിരുന്നു. പിന്നെ ഈ പൂവ് നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടല്ലോ, അത് ഇവിടെ ഒരുപാടുണ്ടായിരുന്നു കേട്ടോ. അതിൽ കുറേ തേനീച്ചകൾക്ക് വന്ന് തേൻ കുടിക്കുന്നുണ്ടായിരുന്നു. ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്ത് രാത്രി തിരിച്ച് നാട്ടിലേക്ക് അവിടെ നിന്ന് ഒരു കഫേയിൽ കയറി ചായയൊക്കെ കുടിച്ചു. അവിടെ ചെറുതായിട്ടൊരു സോങ് പ്രോഗ്രാമൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ആസ്വദിച്ച് തിരിച്ച് വീട്ടിലേക്ക്.